السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَلَقَدْ أُوحِيَ إِلَيْكَ وَإِلَى الَّذِينَ مِنْ قَبْلِكَ لَئِنْ أَشْرَكْتَ لَيَحْبَطَنَّ عَمَلُكَ وَلَتَكُونَنَّ مِنَ الْخَاسِرِينَ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ വീഡിയോ ദഅവത്തിന്റെ ഭാഗമായി കൊണ്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിക്കണം എന്ന് എല്ലാവരോടും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു തത്തുല്യമായ പ്രതിഫലം നമ്മൾക്ക് തരുമാറാകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുന്നു. എൻ്റെ ഇതുവരെ ചെയ്ത വീഡിയോകൾ ഫേസ്ബുക്ക് പേജിലും അതോടൊപ്പം തന്നെ ഡോക്ടർ അഹമ്മദ് കബീർ മുസ്ലിയാർ മതിലകം എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. എല്ലാ സഹോദരങ്ങളും എൻ്റെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെയുള്ള ബെൽ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്താൽ ഞാൻ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ പുതിയ വിഷയങ്ങളുള്ള വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അള്ളാഹു നമ്മുടെ ഈ സദുദ്യമം വിജയിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഞാൻ ഓതിവെച്ച ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷയത്തിന്റെ കാഠിന്യം എത്രയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് പരിശുദ്ധമായ ഇസ്ലാം ഏറെ ഗൗരവത്തോടു കൂടി കാണുന്ന, പരിശുദ്ധ ഖുർആൻ ഏറെ ഗൗരവത്തിൽ പഠിപ്പിച്ച, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഗൗരവമാണ് എന്ന് പഠിപ്പിച്ച ശിർക്ക് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിലാണ് അത് നമ്മോട് ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല, ക്ഷമിക്കില്ല, സഹിക്കില്ല. അതല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. പക്ഷേ ഷിർക്കിന്റെ അംശമുള്ളവൻക്ക് അള്ളാഹു നരകമാണ് കൊടുക്കുക, അവന്റെ പ്രവർത്തനങ്ങളൊക്കെ ബാത്തിലാണ് എന്ന് ഖുർആൻ തന്നെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഷിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ എന്ന് ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞു. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ യാ അയ്യുഹന്നാസ് എന്ന് അള്ളാഹു ആദ്യം വിളിച്ച് പറഞ്ഞ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം ഫലാ തജ്അലു ലില്ലാഹി അന്താദ, അള്ളാഹുവിന് പകരക്കാരെ നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് അള്ളാഹു അവിടെയും വ്യക്തമായി പറയുന്നുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വൻ പാപങ്ങൾ എണ്ണിയപ്പോൾ അതിൽ ഒന്നാമത്തെ നമ്പറായിക്കൊണ്ട് റസൂലുള്ളാഹി എണ്ണിയത് അശ്ശിർക്കു ബില്ലാ എന്നുള്ളതാണ്. ഇനി ആയത്തിലേക്ക് കടക്കാം. ഒരുപാട് ആയത്തുകളുണ്ട് എങ്കിലും ഞാൻ ഈ ആയത്ത് തിരഞ്ഞെടുക്കുന്നതിന് അതിന് പ്രത്യേക കാരണമുണ്ട്. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്, വലഖദ് ഊഹിയ ഇലൈക, ഓ നബിയെ താങ്കളിലേക്ക് നാം വഹി തരുന്നു, വ ഇലല്ലദീന മിൻ ഖബ്ലിക, താങ്കൾക്ക് മാത്രമല്ല മുൻഗാമികൾക്കും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുൻഗാമികൾക്കും ഇന്ന് കൊടുത്ത നിർദ്ദേശം താങ്കൾക്കും തരികയാണ്. എന്തായിരുന്നു ആ നിർദ്ദേശം? ലൈൻ അശ്റക്ത, താങ്കൾ ഷിർക്ക് ചെയ്തു പോയാൽ ലയഹ്ബതന്ന അമലുക, അമലുകളൊക്കെ താങ്കളുടെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും. നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ആരോടാണ് ഇത് പറയുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശം ആരോടാണ്? നാം ആരെയാണോ സ്നേഹിക്കുന്നത്, നാം ആരെയാണോ പിൻപറ്റുന്നത്, ആർക്കാണോ ഖുർആൻ കൊടുത്തത്, പരിശുദ്ധമായ ഇസ്ലാം ആരെക്കൊണ്ടാണോ അവസാനിപ്പിക്കപ്പെട്ടത്, ആ പ്രവാചകനോട്, ലക്ഷങ്ങളോളം വരുന്ന പ്രവാചകന്മാരുടെ അവസാനത്തെ കണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു പറയുന്നത്, ഓ നബിയെ താങ്കൾക്ക് വഹി തരുന്നു, താങ്കൾക്ക് മാത്രമല്ല മുൻഗാമികൾക്കും കൊടുത്ത കാര്യമാണ്, അത് താങ്കൾക്ക് പറയുന്നു. കാരണം ലൈന ശിർക്കത, താങ്കളാണ് ആ ഷിർക്ക് സംഭവിച്ചാൽ പോലും, താങ്കളാണ് ഷിർക്കിന്റെ മേഖലയിലേക്ക് പോയാലും എന്താകും? അങ്ങനെയാണ് സംഭവിച്ചു എങ്കിൽ താങ്കളുടെ അമലും എന്തായി? ബാത്തിലായി പോകും, പരാജയപ്പെട്ടു പോകും നബിയെ എന്ന് അള്ളാഹു പ്രവാചകനെ ഉള്ള വഹിയെ നിർദ്ദേശം കൊടുക്കുകയാണ്. മഹാന്മാരായിരിക്കുന്ന സലഫ് സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെയാണ്.
മുൻഗാമികളായ പ്രവാചകന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാം. മഹാനായ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിന് സമയത്ത് തന്റെ മക്കളോട് ചോദിക്കുകയാണ്, മാ തഅ്ബുദൂന മിൻ ബഅദി, മക്കളെ എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അവരുടെ മറുപടി, ഖാലൂ നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹും വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. വളരെ സന്തോഷമുള്ള മറുപടി. ഇതേ രൂപത്തിൽ ഞാൻ ഇപ്പോൾ ഓതിയത് സൂറത്ത് ബഖറയിലെ 133 132 ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറയുന്നത്, മക്കളെ, അള്ളാഹു തെരഞ്ഞെടുക്കപ്പെടുന്ന മതമാണ് ഇത്, അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്തു തന്ന ദീനാണ് ഇത്, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആയിട്ടല്ല, അത് നിങ്ങൾ മരിക്കരുത് എന്നുള്ള നിർദ്ദേശം. മുസ്ലിം ആയിട്ട് മരിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? മുശ്രിക്കാകരുത് എന്നാണ്. ഇപ്പൊ വജ്ജഹത്ത് ഓതുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കലുണ്ട്, അള്ളാഹുവേ ഞാൻ മുസ്ലിമാണ്, അള്ളാഹ് ഞാൻ മുശ്രിക്കല്ല എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ഏറെ ഗൗരവമുള്ള വിഷയമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇന്ന് ജാറങ്ങളിൽ മരണപ്പെട്ടു അവരോട് പോയിട്ട് കാര്യങ്ങൾ പറയുന്നത് ശിർക്കാണ്, അവർക്ക് നേർച്ച കൊടുക്കുന്നത് ശിർക്കാണ്, അവർക്ക് വഴിപാടുകൾ കൊടുക്കുന്നത്, അവരുടെ സാമ്പത്തികമായ മേഖലയിലേക്ക് സ്വതക്ക കൊടുക്കുന്നത്, പിന്നെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ജാറങ്ങളിലേക്ക് പൈസ ചെലവാക്കിയാൽ അതും ശിർക്ക് തന്നെയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് അവരെ സത്യം ചെയ്താലും അവർക്ക് ബലി കൊടുത്താലും അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ഖബറാളിക്ക് കൊടുക്കുന്നത് ശിർക്ക് തന്നെയാണ്. ഖബറിനെ ആരാധിക്കുക എന്നത് ശിർക്ക് തന്നെയാണ്. ഇന്ന് ശിർക്കിന്റെ മേഖല ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. 1 മീറ്റർ തുണി, 1 കെട്ട് തിരിയുണ്ടെങ്കിൽ മുതൽ മുടക്കില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു വ്യവസായം ജാറ വ്യവസായം അല്ലാതെ മറ്റെന്താ ഉള്ളത്? ഏതൊരു കച്ചവടത്തിനും മുൻകൂട്ടി പൈസ വേണം, ഈ സംവിധാനത്തിന് പൈസ വേണ്ട. കാരണം ഇത്രയും ലഘുവായ തുച്ഛമായ 1-2 മീറ്റർ തുണിയോ 1 കെട്ട് തിരിയോ 1 നിലവിളക്കോ ഉണ്ട് എങ്കിൽ ജാറ വ്യവസായം പുരോഗമിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിർക്ക് അല്ലാഹു പൊറുക്കൂല. ഞാൻ പറഞ്ഞല്ലോ, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹിന് വേണ്ടി ഹജ്ജ് ചെയ്യും, ബിംബത്തിനും ചെയ്യും, അള്ളാഹിന് സക്കാത്തിന്റെ മുതൽ മാറ്റിവെക്കും, വിഗ്രഹത്തിനും മാറ്റിവെക്കും. അപ്പോ ഇത് 2 കൂട്ടർക്കും മാറ്റിവെക്കും. അതുകൊണ്ടാണ് അവർ മുശ്രിക്കായത്. അതുകൊണ്ടാണ് അവർ മുശ്രിക്ക് എന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. നോക്ക് നിങ്ങൾ, ഇത്യാദി കാര്യങ്ങൾ മുഴുവൻ ശിർക്കാണ് എന്ന് നിരന്തരമായി അള്ളാഹു വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്. ഇനി പണ്ഡിതന്മാര് നമ്മൾ ഈ വിഷയം ശിർക്കാണ് ഇത്യാദി കാര്യങ്ങളൊക്കെ ശിർക്കാണ് എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കാന്ന് വെച്ചാൽ എന്താണ് ഷിർക്ക്, ഷിർക്കിന്റെ താരിഫ് പറയാന്ന്. അപ്പൊ ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഇവർ ഷിർക്ക് ഒഴിവാക്കി ദൈവത്തിന്റെ മേഖലയിലേക്ക് തൗഹീദ് മനസ്സിലാക്കുന്നു വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ വിചാരിക്കുക. പക്ഷെ ഇവര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വകുപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുക. കടുത്ത നിഷേധികളാണവർ. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് പകരക്കാരം ഉണ്ടാക്കരുത്, നിങ്ങൾ ഷിർക്ക് ചെയ്യരുത്, ഷിർക്കില്ലാതെ ആരാധിക്കണം, വൻപാപത്തിൽ 1-ാമത്തെ ഷിർക്ക് തന്നെയാണ്. അള്ളാഹു ഷിർക്ക് ചെയ്യുന്നവർക്ക് നരകമാണ് ഉണ്ടാകുക, നിങ്ങളുടെ അമൽ പൊളിഞ്ഞു പോകും എന്നൊക്കെ അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടും അതിനെ തടയാൻ, അതിനെ മറുമരുന്നായിട്ട് മറ്റു പല കാര്യങ്ങളും കൊണ്ടുവരുന്നത് അള്ളാഹിനോടുള്ള പരിശുദ്ധ ഖുർആനിനോടുള്ള വെല്ലുവിളിയാണ്. പണ്ഡിതന്മാര് പറയുന്നു, എന്താണ് ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഹുവ, അത് സർഫു ഷൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന് ചെയ്യുന്ന ആരാധനയുടെ ഇനങ്ങൾ മറ്റുള്ളവരിലേക്ക് തിരിച്ചു കൊടുക്കലാണ് ഷിർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് പണ്ഡിതന്മാര് വിശദീകരിച്ചു, ഷിർക്കു എന്ന് പറഞ്ഞാൽ കദ്ദബിഹി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് അറക്കുന്നത് പോലെ, അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന അറിവ് പോലെ, ബദരീകൾക്കുള്ള ആട്, ബദരീകൾക്കുള്ള പോത്ത്, ഉള്ളാൾക്ക് കൊടുക്കുന്ന ആട്, മൊഹദി ഷെയ്ഖിന്റെ കോഴി, റിഫായി ഷെയ്ഖിന്റെ കോഴി, ഇങ്ങനെ പറയപ്പെടുന്ന രൂപത്തിൽ പണ്ഡിതന്മാരെ വിഷയം ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ്? സർഫു ഷൈഇൻ മിൻ അൻവാഇൽ ഇബാദത്തി ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല, ആരാധനയുടെ ഇനങ്ങളിൽ നിന്ന് അള്ളാഹു അല്ലാത്തവർക്ക് തിരിച്ചു കൊടുക്കലാണ്, റൂട്ട് മാറ്റി കൊടുക്കലാണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു. ഷിർക്ക് എന്ന് പറഞ്ഞാൽ കദ്ദബിഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന അറിവ് പോലെ, വന്നദരി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന നേർച്ച പോലെ, അതായത് നിലവിളക്ക്, പട്ട്, തിരി പോലെയുള്ള കാര്യങ്ങൾ നേർച്ച കൊടുക്കണ്ടല്ലോ, അങ്ങനത്തെ നേർച്ച പോലെ, വദ്ദുആഇ ലിഗൈരില്ലാഹ്, അള്ളാഹുവിന് അല്ലാത്തവരുള്ള പ്രാർത്ഥന പോലെ, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന പോലെ, അതൊക്കെ ഷിർക്കിൽ അള്ളാഹു പെടുത്തിയിരിക്കും. ഇനി നോക്ക് നിങ്ങൾ, വൽ ഇസ്തിഗാസത്തി ബിൽ ലിഗൈരില്ലാഹ്. ചിലവര് പറയുന്നുണ്ട്
ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് റബ്ബിനോട് തന്നെയാണ്. പക്ഷെ ഞങ്ങൾ അവിടെ പോയി ഇസ്തിഗാസ തേടുകയാണ്. ഇസ്തിഗാസയാണ് ചോദിക്കുന്നത്, സഹായ ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ റബ്ബിനോട് ഞങ്ങൾ ചോദിക്കുള്ളൂ. പ്രാർത്ഥന എന്നും ഞങ്ങൾ റബ്ബിനോടാണ് ചോദിക്കുക. പക്ഷെ ഇവരോട് മക്ബറയിൽ പോയിട്ട് കബറാളികളോട് ചോദിക്കുന്നത് എന്താണ്? അത് ഇസ്തിഗാസയാണ്. പണ്ഡിതന്മാര് പറഞ്ഞു, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണ്. വൽ ഇസ്തിഗാസതി ബിഗൈരില്ല, അള്ളാഹു അല്ലാത്തൊരു സഹായം തേടലും ഇസ്തിഗാസ ചെയ്യലും ശിർക്ക് തന്നെ. ഏതുപോലെ എന്നിട്ട് വിശദീകരിക്കുകയാണ്, കമാ യഫ്അലു ഉബ്ബാദുൽ ഖുബൂരി, ഖബറിനെ ആരാധിക്കുന്നവർ ചെയ്യുന്നത് പോലെ, അൽ യൗമ, ഈ കാലഘട്ടത്തിൽ ഖബറിനെ ആരാധിക്കുന്നവർ ചെയ്യുന്നത് പോലെ, ഇൻദൽ അദ്രിഹത്തി, ജാറത്തിന്റെ അടുത്ത്, മഖബറയുടെ അടുത്ത്, ജാറത്തിന്റെ അടുത്ത് പോയിട്ട് ഖബറിനെ ആരാധിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് പോലെ. എന്താ അവർ ചെയ്യുന്നത്? മിൻ മുനാദാത്തിൽ അംവാത്തി, മരണപ്പെട്ടവരെ വിളിക്കുന്നു, മരണപ്പെട്ടവരെ വിളിച്ചു തേടുന്നത് പോലെ. ഹാജത്തുകൾ വീടാൻ തേടുന്നത് പോലെ. ഹസ്സുൽ മുറാദന വഖദി ഹാജാതന വബിഹഖിഹിം വബിജാഹിഹിം എന്ന് ചോദിക്കുന്നില്ലേ? ഇതേപോലെ വതഫ്രീജുൽ ഖുർബാത്തി മിനൽ മൗത, മരണപ്പെട്ടവരോട് വിഷമങ്ങളെ അകറ്റാൻ പറയുന്നത് പോലെ. അതേപോലെ തന്നെ വത്തവാഫി ബി അദ്രിഹത്തിഹിം, ജാറത്തിന് ചുറ്റും തവാഫ് ചെയ്യുന്നത് പോലെ. വദബിഹിൽ ഖറാബീന ഇൻദഹ തഖറുബൻ ഇലൈഹിം, അവരുടെ പ്രീതി കിട്ടാൻ വേണ്ടി ബലി കൊടുക്കുന്നത് പോലെ. വന്നുദൂരി ലഹും, അവർക്ക് നേർച്ച കൊടുക്കുന്നത് പോലെ. വമാ അശ്ബഹ ദാലിക, ഇതേ രൂപത്തിലുള്ള തുല്യമായത് മുഴുവൻ എന്താണ്? ഹാദാ ഹുവ ശിർക്ക്, അത് ശിർക്ക് തന്നെ. ഇപ്പൊ ഇതങ്ങൾ പറയുമ്പോൾ ചോദിക്കുക, തഅരീഫ് എന്നാ? ഇതാണ് തഅരീഫ്. ഇതാണ് ഷിർക്കിന്റെ ഘടകങ്ങൾ പണ്ഡിതന്മാരെ വിശദീകരിക്കപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഇതുമായിട്ടപ്പോ എന്നിട്ട് പറഞ്ഞു വമാ അശ്ബഹ ദാലിക, ഇതിനോട് തുല്യമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ ഷിർക്ക് തന്നെയാണ് എന്ന്. അപ്പോ ഷിർക്ക് എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അത് വിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ മനസ്സാ വാച കർമ്മണ ഷിർക്കിന്റെ ഒരു കടുകുമണിയോളം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയാലോ, പ്രവാചകൻ അല്ലാഹു പറഞ്ഞു, നബിയെ, നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ കാര്യം പ്രത്യേകം പറയാനുണ്ടോ? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഷിർക്കിന്റെ അംശങ്ങൾ പഠിക്കുക, ഷിർക്കിൽ നിന്ന് വിട്ടു നിൽക്കുക, എല്ലാ കാര്യങ്ങളും റബ്ബിന് കൊടുക്കേണ്ടത് മുഴുവൻ റബ്ബിന് കൊടുക്കുക. പ്രാർത്ഥനയാണെങ്കിലും ഇസ്തിആസയാണെങ്കിലും ഇസ്തിആനയാണെങ്കിലും ഇസ്തിആദയാണെങ്കിലും ഇത് നാലാണെങ്കിലും ആരുടെ പറ്റൂ? അള്ളാഹുവിനോട് പറ്റൂ. അള്ളാഹു അല്ലാത്തവരോട് ഇതൊന്നും പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അള്ളാഹു സത്യമായി പഠിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. ഈ ഒരു ദഅവത്തിന്റെ മേഖലയിൽ എല്ലാവരും പങ്കാളികളാകണം. അള്ളാഹു തത്തുല്യമായ പ്രതിഫലം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.